ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇവർ വിവാഹിതരായ സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ ഭൂമി നിലത്ത് നിൽക്കുന്ന കാണുമ്പോഴേക്കും അഞ്ജനക്കാണെങ്കിൽ ആകെ ദേഷ്യം വരാട്ടോ. അഞ്ജന വേഗം തന്നെ നമ്മുടെ സത്യൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. വല്യമാമ എന്താ മോളെ? അതെ, താഴെ ഒരു അൺനോൺ ലേഡി ഭയങ്കര കസർത്താണ്, അജയിനോടൊക്കെ തട്ടിക്കയറാൻ ശ്രമിച്ചു. അങ്ങനെയോ? അതെ, ഭയങ്കര അഹങ്കാരം. അവളത് ടെററിസ്റ്റ് ആണെന്ന് വരെ എനിക്ക് സംശയമുണ്ട്. ഞാൻ ചോദിച്ചു അവളോട്, നീ എന്താ ഇവിടെയെന്ന്. അപ്പൊ അവൾ എന്നോട് ചോദിക്കുക, നീ എന്താ ഇവിടെയെന്ന്. ഞാൻ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങിയപ്പോഴേ അവളുടെ കൈയും വെറുതെ ഇരിക്കില്ലെന്ന് എന്നോട് പറഞ്ഞു. ഓഹോ, അങ്ങനെയൊക്കെ പറഞ്ഞോ? എങ്കിൽ അവൾ എനിക്കൊന്ന് കാണണമല്ലോ, കാണണം. അവളുടെ മുട്ടുകാൽ ഞാൻ തല്ലിയൊടിക്കും. എന്റെ അഞ്ജന മോളത്തെ അഹങ്കാരം പറഞ്ഞത് ആരാണെങ്കിലും അവളുടെ മുട്ടുകാൽ ഞാൻ തല്ലിയൊടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സത്യൻ അഞ്ജനയും കൂടി നിലത്തേക്ക് പോവാട്ടോ. ആ സമയത്ത് ഭൂമി നമ്മുടെ വീട്ടിലേക്ക് ആദ്യമായിട്ട് വലതുകാല് വെച്ച് കയറാണ്. അങ്ങനെ കയറുന്ന സമയത്ത് 2.5 വയസ്സുള്ള ഭൂമിനെയും കാണിക്കുന്നുണ്ട്. ഭൂമി വലതുകാലി വെക്കുമ്പോൾ ആ 2.5 വയസ്സുള്ള കൊച്ചു പിച്ച് വെച്ച് പഠിച്ചത് ആ ഒരു തറവാട്ടിലാണല്ലോ. അപ്പൊ ആ ഒരു രംഗങ്ങളും കാണിക്കും കേട്ടോ. ഭൂമി മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവിടെ ഞാൻ ഇതിനു മുമ്പ് വന്ന പോലെ, എവിടെയോ സ്വപ്നത്തിൽ കണ്ട പോലത്തെ ഒരു സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ട് ഭൂമി അകത്തേക്ക് കയറുകയാണ്. ആ സമയത്താണ് സത്യനും അഞ്ജനയും കൂടി സ്റ്റെപ്പ് ഇറങ്ങി നിലത്തേക്ക് വരുന്നത്. അപ്പൊ സത്യനെ കാണുമ്പോൾ തന്നെ ഭൂമിക്ക് ഭയങ്കര സന്തോഷമാവാട്ടോ. സത്യനെ കണ്ണിനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഭൂമി. പെട്ടെന്നാണ് സത്യൻ ഭൂമിനെ കാണുന്നത്. ഭൂമിനെ കാണുമ്പോൾ സത്യനും ഭയങ്കര സന്തോഷമാവട്ടോ. ഓടി ഭൂമിയുടെ അടുത്തേക്ക് പോവാണ്. ഭൂമി, ഇതെന്തൊരു സർപ്രൈസ് ആണ്. താൻ ഇവിടെ? ഞാനാ ഇവിടുത്തെ പലഹാരങ്ങളും പായസവും ഒക്കെ നിവേദിച്ച പായസമൊക്കെ കൊണ്ടുവന്നത്. അതെ, താനായിരുന്നു അല്ലെ? അല്ല, സാറിന്റെ വീടാ? ഇതെന്റെ വീടാണല്ലോ. സാറിന്റെ വീടോ? അപ്പോ CA അജയ്? അതെന്റെ അനിയത്തിയുടെ മോനാ. അയ്യോ എന്ന് പറയുമ്പോഴേക്കും താൻ ചമ്മലൊന്നും വിചാരിക്കൊന്നും വേണ്ട എന്ന് പറയണം. അല്ല, ഇന്ന് ഞാൻ പത്രത്തിലെ PSC ടെസ്റ്റിന്റെ ഒരു ഇത് കണ്ടിരുന്നു. താൻ അപ്ലൈ ചെയ്യുന്നില്ലേ? സർ, അതിനുള്ളൊരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല സർ, എനിക്ക് പഠിക്കാനുള്ള മൈൻഡ് ഒക്കെ പോയി. അങ്ങനെയൊന്നും പറഞ്ഞൂടാ, PSC ടെസ്റ്റ് എഴുതണം. ശരി സർ, ഞാൻ ശ്രമിക്കാം. സാർ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിക്കാണ്. ഇതൊക്കെ കാണുമ്പോൾ അഞ്ജനക്ക് ആകെ ദേഷ്യം വരുവാട്ടോ. അവളപ്പോ വല്യമാമനെ കയ്യിലെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവാണ് നമ്മുടെ അഞ്ജന. ആ സമയത്ത് ആൽദോ അവിടെ നിന്ന് വെള്ളം കുടിച്ചോണ്ടിരിക്കുകയായിരിക്കും. ആൽദോ അടുത്ത് പറയുന്നുണ്ട്, അങ്കിളെ. അങ്കിളോ? എന്നെയോ? എന്നെ കണ്ട് അങ്കിളെന്ന് എങ്ങനെ വിളിക്കാൻ തോന്നി പെൺകൊച്ചേ എന്ന് ചോദിക്കുമ്പോഴേക്കും സോറി എന്നാ ബ്രദർ എന്ന് വിളിക്കാം. അങ്ങനെ വിളിച്ചോ? അതെ ബ്രദർ, ഒരു സംഭവം ഉണ്ട്. എന്താ? അതെ, ഇവിടെ ഒരു അൺനോൺ ലേഡി കയറിയിട്ടുണ്ട്. എന്നിട്ട് അത് മാത്രമല്ല, ഭയങ്കര സാധനം, എല്ലായിടത്തും തട്ടിക്കയറുന്നു, എല്ലായിടത്തും വളരെ മോശമായിട്ട് സംസാരിക്കുന്നു. അങ്ങനത്തെ ഒരു പെണ്ണ്. അതോ? അതിനെക്കുറിച്ച് ചോദിക്കണം ബ്രദർ. ചോദിക്കാം, തീർച്ചയായിട്ടും ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അഞ്ജലിനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ ആൽദോ ഭൂമിയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പൊ അവിടെ സത്യൻ ഇല്ല കേട്ടോ. സത്യൻ അപ്പുറത്തേക്ക് പോയിരുന്നു. ഭൂമിനെ കാണുമ്പോൾ തന്നെ ആൽദോ വേഗം ഭൂമിയുടെ അടുത്തേക്ക് പോവാണ്. ഹലോ ഭൂമിജ. ഹലോ സർ, സാർ ഇവിടെ? ഞാനിവിടെ ഉണ്ട്. അല്ല, മുമ്പത്തെ ഉടായ്പ പരിപാടി, തരികിട പരിപാടിയൊക്കെ ഉണ്ടോ? തരികിട പരിപാടിക്ക് തരികിടകൾക്ക് മാത്രല്ലേ സാർ എടുക്കുള്ളൂ. അത് താൻ എന്നെ ഒന്ന് കുത്തിയതാണോ? ഒരിക്കലല്ല, തരികിടായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അങ്ങനെ തോന്നുള്ളൂ എന്ന് പറയാണ്. താനാള് കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ അഞ്ജനക്ക് ദേഷ്യം വരുന്നുണ്ട്. അഞ്ജന അപ്പുറത്തേക്ക് പോവാണ്. ശേഷം ഭൂമി എടുത്ത് വേണ്ട, എന്നാ ശരി തന്റെ പണി നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആൽദോ വീണ്ടും അപ്പുറത്തേക്ക് പോകുമ്പോഴേക്കും അഞ്ജന ഓടി പോകുവാട്ടോ ആൽദോയുടെ അടുത്ത്. അതെ ബ്രോ, എന്താ അവളോട് സംസാരിക്കാതിരുന്നത്? അവളോട് എന്താ വഴക്ക് പറയാതിരുന്നത്? അതെ, അതില് ഒരു പ്രശ്നമുണ്ട്. പ്രശ്നോ? എന്ത് പ്രശ്നം? അജയും അവളും തമ്മിൽ എന്തെങ്കിലും അഫെയർ ഉണ്ടോ എന്ന് അഞ്ജന ചോദിക്കുമ്പോഴേക്കും ആൽദോ പറയുന്നുണ്ട്. അങ്ങനെ ചോദിച്ചാൽ പെട്ടെന്ന് ആൽദോ മനസ്സിൽ വിചാരിക്കുകയാണ്, ഒരു വക്കീലിന് കള്ളം പറയാം. എന്നിട്ട് അവന്റെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ പറയുകയാണെങ്കിൽ ശരിയാണ്, അവർ തമ്മിൽ അഫെയർ ഉണ്ട്. രണ്ടുപേരും ഭയങ്കര പ്രണയത്തിലാ. 1 വർഷമായി തുടങ്ങിയിട്ട്. വാട്ട്? എന്ത്? അതെ, സത്യം. പറഞ്ഞ പെണ്ണിന്റെ പേര് ഭൂമിജ. ഈ ഭൂമിജയും അജയും തമ്മിൽ ഭയങ്കര പ്രണയത്തിലാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആൽദോ അവിടെ നിന്ന് പോവാട്ടോ. അത് കേൾക്കുമ്പോഴേക്കും അഞ്ജനക്കാണെങ്കിൽ ദേഷ്യം വരികയാണ്. അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അഞ്ജന അകത്തേക്ക് കയറി പോവാണ്. ഭൂമി കയ്യിലുണ്ടായിരുന്ന പായസവും നിവേദ്യവും ഒക്കെ അവിടെ സോഫയിൽ വെക്കാണ്. ആ സമയത്ത് നമ്മുടെ സംഗീത അവിടേക്ക് വരുന്നുണ്ട്. ഭൂമിനെ കാണുമ്പോഴേക്കും സംഗീത ഭൂമി എന്ന് പറഞ്ഞിട്ട് ഭൂമിയുടെ അടുത്തേക്ക് വരുവാ കേട്ടോ. സംഗീത പറയണ്ട ഭൂമി എന്ന് പറയുമ്പോഴേക്കും ഭൂമി സാധനങ്ങളൊക്കെ കൊണ്ടുവന്നോ? കൊണ്ടുവന്നു. പിന്നെ മേഡം ഒരു സാധനം കൊണ്ടുവന്നിട്ടില്ല, അത് അച്ഛനിവിടെ കൊണ്ടുവരും. മേഡമെന്നോ? എന്നെ ആന്റിന്ന് വിളിച്ചാൽ മതി. അങ്ങനെ വിളിക്കാവോ? പിന്നെന്താ വിളിച്ചാൽ കുഴപ്പം? ഒരു കുഴപ്പമില്ല, ആന്റിന്ന് വിളിച്ചാൽ മതി. പിന്നെ ഈ വീടൊക്കെ ഇതിനു മുമ്പ് എവിടെയോ കണ്ട പോലെ തോന്നില്ല. ആണോ? അതെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അഞ്ജന ഭവാനിനെയും കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. കണ്ടില്ലേ അവളുടെ ഒരു ഒലിപ്പിക്കല്, വല്യമാമനെയും അമ്മായിനെയൊക്കെ അവള് കയ്യിലെടുത്തു എന്നിങ്ങനെ പറയാണ്. ആ സമയത്ത് മുത്തശ്ശി അവിടേക്ക് വരുന്നുണ്ട്. രാമനാമൊക്കെ ജപിച്ചുകൊണ്ടാണ് വരുന്നത്. പെട്ടെന്ന് അഞ്ജനയുടെ വേഷം ഒന്ന് നോക്കുന്നുണ്ട്. ഇതെന്ത് വേഷം? നിന്നോട് സാരി ഉടുക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ അഞ്ജന ഒന്നും മിണ്ടുന്നില്ല. ഭവാനി പറയണ്ട, അമ്മേ അവള് രാവിലെ താമസിച്ചു പോയ എഴുന്നേറ്റപ്പോ അതാ സാരി ഉടുക്കാത്തത് എന്ന് പറയുമ്പോഴേക്കും എന്നെ അനുസരിക്കാതിരിക്കാൻ മാത്രം ആയല്ലേ? എന്നെ അനുസരിക്കാത്തവരെ പടിക്ക് പുറത്തു പോയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തോ, എനിക്കൊരു കുഴപ്പമില്ല. ഇവിടെ ജീവിക്കുമ്പോൾ എന്നെ അനുസരിക്കണം.
മുത്തശ്ശി അപ്പുറത്തേക്ക് പോവാണ്. ഭൂമിനെ കാണുമ്പോൾ മുത്തശ്ശിക്ക് സന്തോഷമാവണം. നല്ല സാരിയെ കൊടുത്ത് വന്നോണ്ടേ ഭൂമി എടുത്ത് വേഗം മുത്തശ്ശി പോകുമ്പോഴേക്കും ഭൂമി വേഗം മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് കാലിൽ തൊഴണം. ആഹാ ഭൂമി നീ എത്തിയോ? എത്തി. ഒരു സാധനം കൂടി കൊണ്ടുവരണ്ട, അത് അച്ഛൻ കൊണ്ടുവരും. അച്ഛൻ ഇപ്പൊ തന്നെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ എന്നൊക്കെ പറയണം. അപ്പൊ സംഗീത പറയണ്ട, അമ്മേ ഭൂമി പറഞ്ഞത് കേട്ടോ, അവളെ ഇവിടെ ഈ വീടും സ്ഥലമൊക്കെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടെന്ന്. ആഹാ അത് കൊള്ളാലോ. ആര് പറഞ്ഞു എന്നോട് അനുവാദം ചോദിക്കാതെ ഈ വീടും സ്ഥലമൊക്കെ സ്വപ്നത്തിൽ കാണാൻ? ഞാൻ കേസ് കൊടുക്കും. മുത്തശ്ശി അങ്ങനെ കേസ് കൊടുക്കില്ലെന്ന് എനിക്കറിയാലോ, അമ്പടി കള്ളി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംസാരത്തിലാട്ടോ അവര്. അത് കാണുമ്പോഴേക്കും ഭവാനിക്കും അഞ്ജനയ്ക്കും ദേഷ്യം വേണ്ട. ഭവാനി അഞ്ജനടുത്ത് പറഞ്ഞത്, നിന്നോട് പറഞ്ഞതല്ലേ ഞാൻ സാരി ഉടുക്കാനായിട്ട്, ഓ എനിക്കൊന്നും വയ്യ വൃത്തികെട്ട വേഷം എന്ന് നമ്മുടെ അഞ്ജന പറയാണ്. അതിനുശേഷം ഭൂമി നമ്മുടെ മുത്തശ്ശിയുടെ കാലിലേക്ക് തൊടാൻ വേണ്ടി ഇങ്ങനെ തൊടുന്നുണ്ട്. ആ സമയത്ത് ഭൂമിയുടെ കഴുത്തിലുള്ള മാലയുണ്ടല്ലോ അത് പുറത്തേക്ക് ചാടുന്നുണ്ട്. പക്ഷെ അതാരും പെട്ടെന്ന് ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. ഭൂമി തൊട്ട് ചെയ്തിട്ട് ആ സാരി ഒന്ന് കേറ്റിടുമ്പോഴേക്കും ലോക്കറ്റ് ആ സാരിന്റെ ഉള്ളിലേക്ക് മറഞ്ഞു പോവാണ്. അതുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുമ്പോഴും ആരും അത് ശ്രദ്ധിക്കുന്നില്ല. ശേഷം അവർ ഭയങ്കര സംസാരമൊക്കെ ആട്ടോ. അതിനുശേഷം ഭൂമിയെടുത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, അതെ അച്ഛനും മോളും ഇവിടുത്തെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ. ശരി മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഭൂമി ഭയങ്കര സന്തോഷത്തിൽ പുറത്തേക്ക് പോവാട്ടോ. അതിനുശേഷം പൂജയും കാര്യങ്ങളൊക്കെ തുടങ്ങി കേട്ടോ. എല്ലാരും പൂജയ്ക്ക് വേണ്ടിയിട്ട് അവിടെ നിരന്ന് നിൽക്കാണ്. അഞ്ജനയാണെങ്കിൽ നമ്മുടെ ഭൂമിയാണെങ്കിൽ പുറത്തേക്ക് പോയിട്ട് നമ്മുടെ അമ്മയുടെ മൊബൈലിലേക്ക് വിളിക്കണം അംബികേന. ഹലോ അമ്മേ, മോളെ അമ്മേ, അച്ഛൻ ഇത്ര നേരിട്ട് എത്തിയിട്ടില്ലല്ലോ അമ്മേ, അച്ഛൻ അവിടുന്ന് പുറപ്പെട്ടില്ലേ? കുറെ നേരം പുറപ്പെട്ടിട്ട് എന്ന് പറയുമ്പോഴേക്കും, മോളെ അച്ഛൻ പുറപ്പെട്ട് കുറച്ചു നേരം ആയാലോടി, അവിടെ എത്തേണ്ട സമയമായല്ലോ, ഇതുവരെ എത്തിയിട്ടില്ല. മോൾ ടെൻഷൻ ആവണ്ട, ആദ്യമായിട്ട് വരുന്ന സ്ഥലമല്ലേ, അച്ഛൻ പതുക്കെ വരുന്നതായിരിക്കും എന്ന് പറയാണ്. പെട്ടെന്ന് നമ്മുടെ ഭൂമി ഫോം വെക്കാണ്. ഈശ്വര അച്ഛൻ ഒറ്റക്ക് വരാൻ വേണ്ടി പറയണ്ടായിരുന്നു, ഈശ്വര അച്ഛനൊരു ആപത്തും വരുത്തല്ലേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭൂമി കേട്ടോ. എന്നിട്ട് അകത്തേക്ക് കയറുന്നുണ്ട്. പൂജാരി പൂജകൾക്കുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി കേട്ടോ. ആ സമയത്ത് നമ്മുടെ അഞ്ജന ഭവാനി എടുത്ത് പറയണ്ട, അമ്മേ നോക്കമ്മേ, എന്റെ മൈൻഡ് പോലും ചെയ്യണില്ല അജയ്, എടി നോക്കിയിരിക്കാണ്ട് അവന്റെ അടുത്ത് പോയി ഇരിക്കടി എന്ന് പറയാണ്. അങ്ങനെ ആൽദോനെ എഴുന്നേറ്റ് മാറ്റിയിട്ട് അഞ്ജന അജയിന്റെ അടുത്ത് ഇരിക്കാട്ടോ. അതും കൈ ചേർത്ത് പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അവിടേക്ക് ഭൂമി വരുന്നുണ്ട്. ഭൂമിനെ നോക്കിയിട്ട് അഞ്ജന അഹങ്കാരത്തോടു കൂടി തന്നെ അജയുടെ കയ്യിലേക്ക് ഒന്നും കൂടി കയറി പിടിക്കണ്ട്. അജയ്ക്കാണെങ്കിൽ ദേഷ്യം വരുവാണ്. അജയ് വേഗം ആൽദോനെ നോക്കിയിട്ട്, എന്തിനാടാ നീ ഇവിടുന്ന് എഴുന്നേറ്റ് കൊടുത്തത്? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നീ കെട്ടാമോണ പെണ്ണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ആക്ഷൻ കാണിക്കണ്ട്. ദേഷ്യം വരാണ്ട് അജയിന. അങ്ങനെ പൂജാരി അവിടെ പറയുന്നുണ്ട്, എന്നാ ഹാരം എടുത്തിട്ട് വരൂ എന്ന് പറയാണ്. അപ്പൊ അവിടുത്തെ വേലക്കാരത്തി ചേച്ചി ഹാരം എടുത്തിട്ട് വരുന്നുണ്ട്. ഒരു ഹാരല്ല 2 ഹാരം കൊണ്ടുവരൂ എന്ന് പറയാണ്. വീണ്ടും ഹാരം എടുത്തുകൊണ്ടുവരാൻ വേണ്ടി അകത്തേക്ക് പോയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇരിക്കുന്നത് സംഗീതയുടെ ഭർത്താവും കൂടിയിട്ട് അവിടെ ഇരിക്കുകയാണ് പൂജയ്ക്ക് വേണ്ടി. ആദ്യം അവരാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ. അതിനുശേഷം കർപ്പൂരം കൊണ്ടുവരൂ എന്നൊക്കെ പറയുമ്പോഴേക്കും വേലക്കാരത്തെ ചേച്ചി വീണ്ടും കർപ്പൂരം എടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോവാണ്. ഇത് കണ്ട് ഭവാനി പറഞ്ഞിട്ട്, എന്റെ ശാന്തേ, നേരത്തെ ഇതൊക്കെ കൊണ്ടു വെച്ചൂടായിരുന്നോ? എല്ലാം ആ സമയത്ത് വേണം കൊണ്ടുവെക്കാണ്ട്, ഞാൻ നിന്റെ ഇത് പറഞ്ഞതല്ലേ എന്നൊക്കെ ഭവാനി പറയുമ്പോഴേക്കും ഇത് കേട്ട് നമ്മുടെ അജയ് പറയുന്നുണ്ട്, ആന്റി ശാന്ത ചേച്ചിനെ വഴക്ക് പറയണ്ട, ചേച്ചി ഒറ്റയ്ക്കല്ലേ എല്ലാം ചെയ്യണത്, അതുകൊണ്ടാ ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അജയ് എഴുന്നേക്കാൻ പോകുമ്പോഴേക്കും അഞ്ജന പറയണ്ട, അയ്യോ അജയ് ഇവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് അവിടെ പിടിച്ചിരുത്താണ്. ഭൂമി പറയണ്ട്, ഞാൻ ഹെൽപ്പ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഭൂമി വേഗം അടുക്കളയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ നിരത്തി വെച്ച് പൂജക്കുള്ള സാധനങ്ങളൊക്കെ നിരത്തി വെക്കുവാട്ടോ. അത് കാണുമ്പോൾ മുത്തശ്ശിക്ക് നമ്മുടെ ഭൂമിയെടുത്ത് ഭയങ്കര സ്നേഹവും മതിപ്പൊക്കെ തോന്നാണ്. സത്യം ഭൂമിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാട്ടോ. അപ്പൊ എല്ലാവർക്കും ഭൂമിയെ ഭയങ്കര ഇഷ്ടം തോന്നുവാണ് ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യണ കാണുമ്പോൾ. ഭൂമി വേഗം പുറത്തേക്ക് പോയിട്ട് വീണ്ടും അച്ഛനെ കാത്തിങ്ങനെ നിൽക്കുവാട്ടോ. അങ്ങനെ നമ്മുടെ അച്ഛൻ അവിടേക്ക് എത്തുന്നുണ്ട്. അച്യുതൻ അവിടേക്ക് എത്തിയിട്ട് വീടൊക്കെ നോക്കുന്നുണ്ട്. ഇതന്നെയാണോ വീട് എന്നിങ്ങനെ നോക്കണം. അപ്പൊ നോക്കുമ്പോൾ മുമ്പിൽ തന്നെ നമ്മുടെ ഭൂമിയുടെ സ്കൂട്ടി ഇരിക്കുന്ന കാണുന്നുണ്ട്. അപ്പൊ ഇത് തന്നെ, സ്ഥലം മാറിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അച്യുതൻ അകത്തേക്ക് കയറുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. പക്ഷെ ഒരു എപ്പിസോഡേ ആയിട്ടുള്ളൂ. ഇനി രണ്ടാമത്തെ ഒരു എപ്പിസോഡ് ഉണ്ട്. ഇന്ന് 2 എപ്പിസോഡ് ഉണ്ട്. കാരണം 8:30 മുതൽ 9:30 വരെയാണ് സീരിയൽ. 8:30 മുതൽ 9 വരെയുള്ള ഭാഗമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അടുത്ത ഭാഗം ഇതുവരെ വന്നിട്ടില്ല, വരുമ്പോൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ. Bye bye.